ഇപ്പോൾ പല എൻക്വയറീസ് നമുക്ക് വരുന്ന സമയത്തായാലും പലരും ആദ്യം ചോദിക്കുക എന്താണ് കോസ്റ്റ്, എന്താണ് സീക്കോൻ്റെ പ്രൈസ് എന്ന് ചോദിക്കുക. അപ്പോൾ നമുക്ക് ഈ ചോദ്യം കേട്ടാൽ തന്നെ അറിയാം അവർക്ക് വേണ്ടത് ഏറ്റവും ലീസ്റ്റ് പ്രൈസിലൊരു മെറ്റീരിയൽ എന്നുള്ള. ഇപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കിപ്പോൾ അവരെ ഏത് അഫോർഡബിൾ പ്രൈസിലും അടിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റും, കാരണം അവർക്കത് വേണമെങ്കിൽ അതാണ് കൊടുത്താൽ മതിയല്ലോ. പക്ഷെ എന്താ ആക്ച്വലി ഇഷ്യൂ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സാധനം, ഒരു പുതിയ വണ്ടി ആയിരിക്കാം, പഴയ വണ്ടി ആയിരിക്കാം, അപ്പോൾ അവർ റിക്വയർമെൻറ്റ് അറിയാതെ അവർക്കൊരു പ്രൈസ് മാത്രം അറിഞ്ഞിട്ട് അതിലൊരു സാധനം ബിൽഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ അവർക്ക് വേണ്ട റിക്വയർമെൻറ്റ് എന്താണെന്നുള്ളത് കൃത്യമായി ഇപ്പോൾ പലരും എത്ര കാലം വണ്ടി ഉപയോഗിക്കുന്നോ അല്ലെങ്കിൽ അവരെ ഡ്രൈവിംഗ് പാറ്റേൺ എന്താണെന്നുള്ളത്. ഇപ്പോൾ ചിലത് ലോങ് റൈഡ് പോകുന്നവരായിരിക്കും, അപ്പോൾ ചൂട് കുറഞ്ഞ കംഫർട്ട് കൂടി മെറ്റീരിയൽ വേണം. അതല്ലാതെ നമ്മൾ ജസ്റ്റ് ഒരു ഫോം ലാമിനേറ്റ് ചെയ്തൊരു സീറ്റ് കവർ ബിൽഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ തന്നെ ആഫ്റ്റർ നമ്മളോട് പറഞ്ഞില്ലെങ്കിലും മറ്റുള്ളവരോട് പറയാൻ സാധ്യത കൂടുതലാണ്, ഇത് അവിടുന്ന് ചെയ്താൽ മോശമാണ്, നമുക്കൊരു സജഷൻ പോലും തന്നില്ല എന്ന് പറയും. അപ്പോൾ പരമാവധി അങ്ങനത്തെ ആളുകൾ, ഇത് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ചോയ്സ് എടുക്കുന്നത് നിങ്ങൾ തന്നെയാണ്, കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ തന്നെയാണ്. കാരണം ഒരു മിനിമം ഒരു 6 ലക്ഷം ഒരു 10 ലക്ഷം രൂപ വരുന്നൊരു വണ്ടി മേടിച്ച് കഴിഞ്ഞാൽ അതിൽ എത്ര രൂപയുടെ ഇൻറ്റീരിയർ സ്പേസ് കൊടുക്കാം, അത് എത്ര ശതമാനത്തിൽ, ഇപ്പോൾ 5% 10% ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ് എന്നുള്ള ആളുകൾ മനസ്സിലാക്കി. കാരണം നമ്മൾ ഒരു വണ്ടിയുടെ എക്സ്റ്റീരിയർ ഭംഗിയിലോ അതിൻ്റെ എക്സ്റ്റീരിയറിലെല്ലാം നമ്മൾ ഇരുന്ന് യാത്ര ചെയ്യുന്നത് ഇന്ത്യയിൽ തന്നെയാണ്. അപ്പോൾ അതിൽ ഇപ്പോൾ ഇൻഫോർട്ടൈൻ സിസ്റ്റത്തിനായാലും ശരി, ഇന്ത്യയിലെ സീറ്റ് കവേഴ്സിനായാലും മറ്റുള്ള ആംബിയൻസിനായാലും എത്ര ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് അത് ഓരോരുത്തരുടെ ചോയ്സാണ്. അത് തീർച്ചയായിട്ടും ഒരൊറ്റ പവർ ഓഫ് ചോയ്സ് തന്നെയാണ്, അത് മണി പവർ എന്നുള്ള സംഭവം തന്നെയാണ്. അപ്പോൾ പലരും അത് അവഗണിച്ചിട്ട് അവർ പ്രൈസ്, ചിലവരൊക്കെ നമ്മൾ ഒരു ഓഫർ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് റിക്വയർമെൻ്റ് ഉണ്ട്, പക്ഷേ അഫോർഡബിൾ പ്രൈസ് അവർക്കാണെങ്കിൽ അവരിപ്പോൾ റെഡി പേയ്മെൻറ്റ് ഇല്ലെങ്കിൽ അവർ ബുക്ക് ചെയ്തിടും. പിന്നീട് അവർക്ക് എപ്പോഴാണോ അഫോർഡബിൾ ആവുന്ന സമയം വരുന്നത് അപ്പോൾ അവരൊന്ന് ചെയ്യാന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു അലേർട്ട്, അതായത് കോസ്റ്റ് എന്നുള്ള സംഭവം പ്രൈസ് എന്നുള്ളത് രണ്ടും ഡിഫറെൻറ്റാണ്. അപ്പോൾ പ്രൈസ് നോക്കിയിട്ട് സാധനം സെലക്ട് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഇഷ്യൂസ് വരും. അതേസമയം കോസ്റ്റ് എന്ന സംഭവം കൂടിയുണ്ട്. നമ്മൾ സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ, സർവീസ് മേടിക്കുമ്പോൾ എന്താണ് നമുക്ക് കിട്ടുന്ന വാല്യൂ, ആഫ്റ്റർ സർവീസ് വാല്യൂസ് എന്താണെന്നുള്ള മനസ്സിലാക്കാതെ, P1 ഫോമിൻ്റെ തിക്നെസ് എന്താണ്, ഉപയോഗിക്കുന്ന ലെതറേറ്റിൻ്റെ മെറ്റീരിയൽസിൻ്റെ ഗേജ് എത്രയാണെന്നൊക്കെ മനസ്സിലാക്കാതെ ഒരു കോസ്റ്റ് മാത്രം പരിഗണിച്ചൊരു സാധനം എടുത്തു കഴിഞ്ഞാൽ റോങ് സെലക്ഷൻ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം അവർ നല്ലപോലെ കേൾക്കുക എന്നുള്ള നമ്മൾ ചെയ്യുന്നൊരു പ്രോസസ്സ്. അതിനുശേഷം അവർക്ക് യോജ്യമായത് അവരെ ഡിപ്പെൻഡ്സ് അവരെ യൂസേജ് അനുസരിച്ച് ഒരു സാധനം സജസ്റ്റ് ചെയ്ത് കൊടുക്കും. ഒരിക്കലും ഒരു റെഡിമെയ്ഡ് സൊല്യൂഷൻ നമ്മൾ കൊടുക്കാറില്ല, കാരണം അതിൻ്റെ ഒരു റിക്വയർമെൻ്റ് അല്ല നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് ഒന്നും. അപ്പോൾ അവരെ കൺസേൺ അനുസരിച്ചിട്ടുള്ള ഒരു സാധനം നമ്മൾ ഫിറ്റ് ഫിനിഷ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്.